നമ്മളും പലപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് കർത്താവ് അയ്യോ ഇതെൻ്റെ ജീവിതത്തിൽ തിന്മയ്ക്കായല്ലോ എന്ന്. പക്ഷേ ഉണ്ടല്ലോ നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് നല്ലൊരു പദ്ധതി കരുതിയിട്ടുണ്ട് അവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ പോലും വിചാരിക്കാത്ത രീതിയിൽ നിൻ്റെ അമ്മയപ്പന്മാർ കരുതുന്നതിനേക്കാൾ അപ്പുറമായി, നിൻ്റെ സുഹൃത്തുക്കൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായി നിന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവ് നിനക്ക് ശ്രേഷ്ഠമായൊരു പദ്ധതി കരുതി വെച്ചിട്ടുണ്ട് അവൻ. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ പലതും നടക്കുമ്പോഴും നമ്മൾ വിചാരിക്കും കർത്താവേ അയ്യോ കർത്താവ് ഇതെന്ത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, കർത്താവ് എന്ത് കർത്താവേ ഞാൻ ഇങ്ങനെ അടിമയായി പിടിച്ചു കൊണ്ടുപോകുന്നു എന്ന്. പക്ഷേ ഉണ്ടല്ലോ നിൻ്റെ ദൈവമുണ്ടല്ലോ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വാക്ക് മാറാത്ത ഒരു കർത്താവ് അത്രേ. നീ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു പദ്ധതി നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുമ്പോൾ നിന്നെക്കുറിച്ചുള്ള നീ പോകേണ്ട വഴി അടങ്ങുന്ന എല്ലാ കാര്യവും നീ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് കാല് വയ്ക്കണമെന്ന് കൃത്യമായ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ ഒരു പദ്ധതിയുണ്ട്. ഉൽപ്പത്തി 17:16 പറയുന്നൊരു കാര്യമുണ്ട്. അബ്രഹാമിനോടും സാറയോടും ദൈവം പറയുന്നുണ്ട് നിങ്ങൾക്കൊരു മകൻ ജനിക്കും. അവരുടെ വാർദ്ധക്യത്തിലാണ് പറയുന്നേ. ദൂതൻ വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു മകൻ ജനിക്കും. ദൂതൻ വന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അവന് മക്കൾ കിട്ടിയില്ല. ദൂതൻ വന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് മക്കൾ കിട്ടിയില്ല. പക്ഷേ ഉണ്ടല്ലോ കുറേ നാൾ കഴിഞ്ഞപ്പോൾ സാറ അങ്ങ് മറന്നു കളഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനത്രേ. അവൻ വാക്കുമാറാത്ത കർത്താവ് സാറയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് അബ്രഹാമിന് ഒരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് തന്നെ ജനിക്കും. എൻ്റെ ദൈവത്തിന് ഹാഗാറിനോട് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ നോക്കുമ്പോൾ സാറേ നീ നോക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിർജീവത്വമാ. പക്ഷേ ഉണ്ടല്ലോ വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനത്രേ. അവൻ വാക്കുമാറാത്ത കർത്താവ്. എൻ്റെ ദൈവത്തിന് എന്നൊരു വാക്കേ ഉള്ളൂ. റീഖന റബ്ബന തെരേതുര. നിന്നെ അല്പം മാത്രം താഴ്ത്തി മഹാദയോടെ നിന്നെ ചേർത്ത് കൊള്ളുന്ന ഒരു കർത്താവ്. നിന്നെ അല്പം മാത്രം താഴ്ത്തി നിന്നെ അവിടെ താഴ്ത്തി ഇട്ടിരിക്കുവാനല്ല എൻ്റെ കർത്താവിന് ആഗ്രഹം. നിന്നെ മഹാദയോടെ ചേർത്ത് കൊള്ളുന്ന ഒരു കർത്താവ്.